സംഗീത നന്ദന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യലാണ്. ഇത് തിരുവനന്തപുരത്ത് പടിഞ്ഞാറേക്കോട്ടയിലുള്ള ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്, അതിൻ്റേതാണ്. ഇത് സുനിൽസ് വാക്സ് മ്യൂസിയമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രശസ്തരായ വ്യക്തികളുടെ വാക്സിലുള്ള മെഴുകിലുള്ള പ്രതിമകളാണ്. വളരെ ജീവസുറ്റ പ്രതിമകളാണിത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വളരെ പ്രസിദ്ധരായ രാഷ്ട്രീയക്കാരുടെയും ചരിത്രകാരന്മാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെയുമായ വളരെ മനോഹരമായ മെഴുകു പ്രതിമകളാണ് ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഈ ഒരു ടിക്കറ്റിന് ഒരു വ്യക്തിക്ക് 100 രൂപ എന്ന നിരക്കിൽ അവിടെ ചാർജ് ഈടാക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ അത്ഭുതകരമായ പ്രതിമകൾ നേരിട്ട് തൊടാനും അത് വീഡിയോ എടുക്കാനും ഉള്ള അനുവാദം അവർ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ടിക്കറ്റിൻ്റെ ചാർജ് നമുക്കൊരു ലോസ് അല്ല, വളരെ ഉപകാരമായി നമുക്ക് ഇങ്ങനെ ഒരു വാക്സിൻ്റെ മ്യൂസിയം തിരുവനന്തപുരത്ത് തന്നെ കാണാൻ കഴിയുന്നത് അത്ഭുതമായിട്ട് തോന്നി. വളരെ പ്രശസ്തരായ വ്യക്തികളുടെ ഒരു പ്രതിമകളാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മഹാത്മാഗാന്ധി, അങ്ങനെ വളരെ വളരെ പ്രസിദ്ധരായ മരിച്ചുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും അടങ്ങിയ വളരെ പ്രമുഖരായവരുടെ വാക്സ് പ്രതിമകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് പടിഞ്ഞാറേക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ്. ഇത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ അതുപോലെ വാർത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. വളരെ ചൈതന്യമുള്ള മുഖത്തോടു കൂടിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ വളരെ കൗതുകം തോന്നി, വളരെ അഭിമാനവും സന്തോഷവും തോന്നി. ഇതൊരു മലയാളിയുടെ കരവിരുതാണ്. അത് നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ സന്ദർശിക്കുകയും പിന്നെ അത് കണ്ട് അതിൻ്റെ മനോഹരമായ നമുക്ക് തൊടാനും അത് ജീവസുറ്റ നമ്മുടെ ശരീരത്തിൽ തൊടുന്ന പോലെ അതേ തരത്തിലുള്ള ഒരു ഫീലിംഗാണ് നമുക്ക് ആ വാക്സ് പ്രതിമകളിൽ തൊടുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്യുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.